മുന്നേ ഫിഖിഹിൽ പൊതുപരീക്ഷയ്ക്ക് ചോദിച്ച ഒരു മോഡൽ ചോദ്യപേപ്പർ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. യോജിപ്പിക്കാം. ബ്രാക്കറ്റിൽ 3 മുക്കല്ലഫാവുക 2 അറഫ ദിവസം 8 എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഹജ്ജും ഉംറയും നിർബന്ധമാകാനുള്ള ഷർത്ത് ഡാഷ് മുക്കല്ലഫാവുക എന്നുള്ളതാണ്. 2 നോമ്പിൻ്റെ ഫർളുകൾ 2 എണ്ണമാണ്. ദുൽഹിജ്ജ 9 അഥവാ അറഫ ദിവസം. സക്കാത്തിൻ്റെ അവകാശികൾ 8 ആണ്. 5 സഈൻ്റെ ഷർത്തുകൾ 3 എണ്ണമാണ്. വളരെ എളുപ്പമുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ ശരി അടയാളപ്പെടുത്താം. അപ്പോൾ ശരിയായതിൻ്റെ നേരെ നമ്മൾ ടിക്കറ്റ് കൊടുത്താൽ മതി. ഒന്നാമത്തത് നോക്കൂ. മൻ ഹജ്ജ വലം യസുർനി ഫഖദ്. ഒരാൾ ഹജ്ജ് ചെയ്തു, അവൻ എന്നെ സന്ദർശിച്ചില്ല. അങ്ങനെയെങ്കിൽ ഫഖദ് ജഫാനി, അവൻ തീർച്ചയായും എന്നെ അകറ്റി നിർത്തിയവനാണ്. കഫാനി എന്നുണ്ട്, അസാനി എന്നുണ്ട്. അതിൽ ശരിയായത് ജഫാനി എന്നുള്ളതാണ്. 2 ഹജ്ജിന് ഇഹ്റാം ചെയ്ത സ്ത്രീക്ക് ഹറാമാണ് വെള്ളം കുടിക്കൽ, മുടി മറക്കൽ, മുഖം മറക്കൽ ാണ് ഹറാമായിട്ടുള്ളത്. 3 ഒരു മീക്കാത്തിൻ്റെ പേര് ത്വായിഫ്, മദീന, യലംലമാണ് ശരി. 4 നോമ്പിന് വേണ്ടി അത്തായം കഴിക്കൽ വാജിബ്, സുന്നത്ത്, കറാഹത്ത് സുന്നത്താണ്. 5 ഒരു തയമ്മം കൊണ്ട് എത്ര ഫർള് നിസ്കരിക്കാം? 2, 4, 1. ഒരൊറ്റ ഫർള് നിസ്കാരമേ ഒരു തയമ്മം കൊണ്ട് പറ്റൂ. സുന്നത്ത് എത്രയുമാവാം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. വിധി എഴുതാനാണ്. ഒന്നാമത്തത് മക്കയിൽ പ്രവേശിക്കാൻ കുളിക്കൽ സുന്നത്താണ്. 2 സക്കാത്തുൽ ഫിത്ർ, നമ്മൾ പെരുന്നാളിൻ്റെ തലേ ദിവസം കൊടുക്കുന്ന അതുണ്ടല്ലോ, വാജിബാണ്. 3 അയ്യാമു തശ്രീക്കിൽ നോമ്പ് അനുഷ്ഠിക്കൽ. ദുൽഹിജ്ജ 10 പെരുന്നാളാണ്. 11, 12, 13 ഈ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമാണ്. 4 ഫർള് നോമ്പിന് രാത്രി നിയ്യത്ത് ചെയ്യൽ വാജിബാണ്. സുന്നത്തിന് നമുക്ക് ഉച്ചയ്ക്ക് മുന്നേ വെക്കാം. 5ാമത്തത് കാരണം കൂടാതെ സക്കാത്തുൽ ഫിത്റിനെ പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിപ്പിക്കൽ കറാഹത്താണ്. നിസ്കാരത്തെ തൊട്ട്, ആ സൂര്യാസ്തമയത്തെ തൊട്ട് കാരണം കൂടാതെ പിന്തിപ്പിക്കൽ ഹറാമാണ്. 4ാമത്തെ ചോദ്യം. 1 ഫമൻ ഷഹിദ മിൻകുമു ഷഹ്റ ഡാഷ്. നിങ്ങളിൽ നിന്നൊരാൾ നോമ്പിൻ്റെ മാസത്തിലായാൽ ഫൽ യസുംഹു, അവൻ നോമ്പനുഷ്ഠിക്കട്ടെ. 2 മൻ ലം യദഅ ഖൗല സൂരി, മോശമായ വാക്കുകൾ, വൽ അമലി ബിഹി, മോശമായ പ്രവർത്തികൾ, ഇതൊക്കെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ, അള്ളാഹ്ക്കൊരു ആവശ്യവുമില്ല എന്തിൽ? ഫി അൻ യദഅ തആമുഹു വ ശറാബുഹു, ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി നോമ്പനുഷ്ഠിക്കുന്നതിൽ അള്ളാഹ്ക്കൊരു കാര്യവുമില്ല. ഇനി നമ്മൾ വായിക്കുന്നത് 5ാമത്തെ ചോദ്യമാണ്. ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തത് തയമ്മമിൻ്റെ അവയവങ്ങൾ ഏതെല്ലാം? മുഖം, 2 കൈ. ഇത് മാത്രമേ ഉള്ളൂ തയമ്മമിൻ്റെ അവയവങ്ങൾ. 2 കൈകളിൽ മുറിവുണ്ടായാൽ എത്ര തയമ്മം വേണം? ഒരു തയമ്മം മതി. 3ാമത്തത് മുഖഫഫായ നജസ് എന്നാൽ എന്താണ്? 2 വയസ്സ് പൂർത്തിയാകാത്ത, പാലല്ലാത്ത, മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം. 4ാമത്തത് ഒരു സ്വാഗ് എത്ര ലിറ്ററാണ്? 3 ലിറ്റർ 200 മില്ലി ലിറ്റർ. 5ാമത്തത് നോമ്പിൻ്റെ ഫർളുകൾ എത്ര, ഏതെല്ലാം? 2 ഫർളുകളാണ്. 1 നീയത്ത്, 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കുക. 6 ഇഫ്രാദ് എന്നാൽ എന്ത്? ആദ്യം ഹജ്ജും പിന്നെ ഉംറയും ചെയ്യുക, ഇതാണ് ഇഫ്രാദ്. 7ാമത്തത് ത്വവാഫിൻ്റെ ഷർത്തുകൾ എത്ര? 8 ആകുന്നു. 8ാമത്തേത് ത്വഹാറത്തിൻ്റെ ശർഈയായ അർത്ഥം. അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് ത്വഹാറത്തിൻ്റെ ശർഈയായ അർത്ഥം. 6ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വ്യക്തമാക്കാം. 1 സ്വർണത്തിൽ സക്കാത്ത് നിർബന്ധമാകാനുള്ള കണക്ക് 85 ഗ്രാം. 2 എഅ്തികാഫ്, നിസ്കാരത്തിൻ്റെ തുമനീനത്തിനേക്കാൾ കൂടുതൽ സമയം നിയ്യത്തോടുകൂടെ പള്ളിയിൽ താമസിക്കൽ, ഇതാണ് എഅ്തികാഫ്. 3ാമത്തത് അറഫയിൽ നിൽക്കേണ്ട സമയം. ദുൽഹിജ്ജ 9 ഉച്ച തിരിഞ്ഞത് മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജ്ർ വരെ. 4ാമത്തത് ഹജ്ജിൻ്റെ വാജിബാത്തിൽ നിന്നും 2 എണ്ണം മിഫയിൽ രാപ്പാർക്കൽ. അയ്യാമു തശ്രീക്കിൽ മിനയിൽ രാപ്പാർക്കൽ, ജംറയിൽ എറിയുക, ഹറാമായവ ഒഴിവാക്കുക. ഇതിൽ നിന്ന് 2 എണ്ണം എഴുതി കൊടുത്താൽ മതി. 5ാമത്തത് ജന്നത്തുൽ ബഖീ എവിടെ? മദീനയിൽ.
ആറാമത്തത് മിയറാജ് രാവ്, റജബ് 27-ന്റെ രാവ്. ഏഴാമത്തത് അൽ ഖാഫിഖാനി. എന്താണ് ഖാഫിഖാനി എന്ന് പറഞ്ഞാൽ? അൽ മഷ്രിഖ് വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും. എട്ടാമത്തത് മദീന പള്ളിയിൽ കടക്കേണ്ടത് ഏത് വാതിൽ കൂടിയാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വാതിൽ കൂടി.